അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. പ്രിയ സുഹൃത്തുക്കളെ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു സമീപകാല പ്രസ്താവന നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് തോന്നുന്നു. ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഫലസ്തീൻ എന്നൊരു രാജ്യം ഇനി ഉണ്ടാവില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹുവിൻ്റെ പ്രവൃത്തികളും വാക്കുകളും ഒരു ധാർഷ്ട്യമുള്ള ഏകാധിപതിയുടേതുപോലെ തോന്നിക്കുന്നു. മനുഷ്യത്വത്തിൻ്റെ ഒരു തരിമ്പുമില്ലാത്ത ക്രൂരമായ മനസ്സോടെയാണ് അദ്ദേഹം ഓരോ പ്രസ്താവനയും നടത്തുന്നത്. ഗാസയിലെ ജനങ്ങളെ ദിനംപ്രതി കൊന്നൊടുക്കുന്നത് തുടരുകയാണ്. അത്തരം ദൃശ്യങ്ങൾ മനുഷ്യത്വമുള്ള ഏതൊരാളെയും വേദനിപ്പിക്കുന്നതും അസ്വസ്ഥരാക്കുന്നതുമാണ്. ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം ഗാസ മാത്രമല്ല, ഫലസ്തീൻ എന്ന മുഴുവൻ രാജ്യത്തെയും ഇല്ലാതാക്കുകയാണ്. ഫലസ്തീനെ പൂർണ്ണമായി തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഫലസ്തീൻ എന്ന രാജ്യം ഇനി ഉണ്ടാവില്ലെന്ന് ധാർഷ്ട്യത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മനോഹര പ്രവചനം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നു. ലോകാവസാനവുമായി ബന്ധപ്പെട്ട ഖിയാമത്തിന്റെ അടയാളങ്ങളെക്കുറിച്ചുള്ളതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചെറുതും വലുതുമായ നിരവധി പ്രവചനങ്ങൾ ലോകത്തോട് നടത്തിയിട്ടുണ്ട്. അവയിൽ പലതും ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു, ചിലത് നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തമാശക്ക് പോലും കളവ് പറയാത്ത അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനും അന്ത്യപ്രവാചകനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ അടയാളങ്ങളും ഈ ലോകത്ത് സാക്ഷാത്കരിക്കപ്പെടും. ഇസ്രായേലും ജൂതന്മാരുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതകരമായ പ്രവചനമാണ് അതിലൊന്ന്. ലോകാവസാനത്തിന് തൊട്ടുമും ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുനിന്ന് ജൂതന്മാരും കിഴക്കൻ ഭാഗത്തുനിന്ന് മുസ്ലിംകളും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ യുദ്ധത്തിൽ മുസ്ലിംകൾ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തോറ്റോടുന്ന ജൂതന്മാർ മുസ്ലിംകളെ ഭയന്ന് കല്ലുകൾക്കും മരങ്ങൾക്കും പിന്നിലൊളിക്കുമെന്നും നബി പറഞ്ഞു. അപ്പോൾ ആ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും, ഹേ വിശ്വാസികളെ, ഞങ്ങളുടെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു. എന്നാൽ ഗർക്കദ് ഉർക്കദി എന്ന വൃക്ഷം മാത്രം അവരെ വെളിപ്പെടുത്തില്ല, കാരണം അത് ജൂതന്മാരുടെ വൃക്ഷമാണ്. ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വൃക്ഷമാണ് ഈ ഗർക്കദ്. അവർ അതിനെ വ്യാപകമായി നട്ടുപിടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവചനങ്ങളൊന്നും പാഴാകില്ല. അവയെല്ലാം സാക്ഷാത്കരിക്കപ്പെടും. ജൂതന്മാർ ഈ പ്രവചനത്തെ മുൻകൂട്ടി കാണുന്നതുപോലെ തോന്നുന്നു. അതിൻ്റെ ഭയത്താൽ അവർ തയ്യാറെടുക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവന്റെ പ്രവചനം സത്യമാകുമെന്ന ഭയമാണ് നെതന്യാഹുവിനെ ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഫലസ്തീൻ ഇല്ലാതാക്കാനുള്ള ധാർഷ്ട്യത്തിലേക്ക് നയിക്കുന്നത്. ഈ പ്രവചനത്തിൽ മറ്റൊരത്ഭുതം കൂടിയുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവചനം നടത്തുമ്പോൾ ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്രായേൽ എന്നൊരു രാജ്യമുണ്ടായിരുന്നില്ല. അത്തരമൊരു ജൂതരാഷ്ട്രം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പോലും ആർക്കുമില്ലായിരുന്നു. 1948 ഇസ്രായേൽ സ്ഥാപിതമാകുന്നത്. അതിനു മുമ്പ് ജൂതന്മാർക്ക് സ്വന്തമായ രാജ്യമുണ്ടായിരുന്നില്ല. ഹിറ്റ്ലറിന്റെ ക്രൂരതകൾക്കിരയായ ലക്ഷക്കണക്കിന് ജൂതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി. അവരിൽ ചിലർ ദാരിദ്ര്യത്തിലും ദയനീയാവസ്ഥയിലും ഫലസ്തീൻ മണ്ണിലെത്തി കിടപ്പാടം ചോദിച്ചു. മനുഷ്യത്വമുള്ള ഫലസ്തീനികൾ അവരെ സ്വീകരിച്ചു. എന്നാൽ പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം. അവരെ സ്വീകരിച്ചവരെ തന്നെ ക്രൂരമായി കൊല്ലുന്നു, കുട്ടികളെയും സ്ത്രീകളെയും വേർതിരിവില്ലാതെ. നിങ്ങൾ ഈ മാപ്പ് കണ്ടിരിക്കുമല്ലോ. ഇസ്രായേൽ സ്ഥാപിതമാകുന്ന കാലത്തെയും അതിനുശേഷമുള്ളതുമാണ്. 1947 മുമ്പ് മുഴുവൻ പ്രദേശവും ഫലസ്തീനികളുടേതായിരുന്നു. 1947 മുതൽ 48 വരെയിൽ ഫലസ്തീൻ ഭൂമി പിടിച്ചടക്കി ഇസ്രായേൽ വികസിക്കുന്നു. 1948 ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഇസ്രായേൽ ആദ്യം സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷേ അന്ന് അതിർത്തി നദിയിലെത്തിയിരുന്നില്ല. 1967 വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കിയപ്പോൾ ഇസ്രായേലിന്റെ അതിർത്തി ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ്. ഫലസ്തീനും ഇസ്രായേലും അതിർത്തി പങ്കിടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നബിയുടെ പ്രവചനം എത്ര അത്ഭുതകരമാണ്! ജൂതന്മാരെ അനുഗമിക്കുന്ന ദജ്ജാലിനെക്കുറിച്ചുള്ള മറ്റൊരു പ്രവചനവും ഓർക്കുക. ദജ്ജാൽ മദീന പള്ളി നോക്കി ചോദിക്കും, ആ വെളുത്ത കൊട്ടാരം ആരുടേതാണ്? നബി പ്രവചനം നടത്തുമ്പോൾ മദീന പള്ളി വെളുത്ത കൊട്ടാരമായിരുന്നില്ല. ഈന്തപ്പനയോല കൊണ്ടുള്ള ലളിതമായ കുടിലായിരുന്നു.
ഇന്ന് അത് വെളുത്ത കൊട്ടാരമായി മാറിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനല്ലാതെ ആർക്കാണ് ഇത്ര കൃത്യമായി പ്രവചിക്കാൻ കഴിയുക? ഇപ്പോൾ ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് വൻ ആക്രമണത്തിന് നെതന്യാഹു തയ്യാറെടുക്കുന്നു. അമേരിക്ക അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. മനുഷ്യത്വമില്ലാത്ത അമേരിക്കയും ഇസ്രായേലും കുട്ടികളെയും സ്ത്രീകളെയും വകവരുത്താതെ കൂട്ടക്കൊല നടത്തുമ്പോൾ മനുഷ്യത്വമുള്ള പല രാഷ്ട്രങ്ങളും, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മാത്രമല്ല ഫ്രാൻസും ബ്രിട്ടനുമടക്കം, ഫലസ്തീനെ പിന്തുണയ്ക്കുന്നു. ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇസ്രായേലിനെതിരെ ഈജിപ്തും തുർക്കിയും മുന്നോട്ട് വരുന്നു. ഈ ലോകത്ത് എന്ത് മാറ്റങ്ങൾ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവചനങ്ങൾ സത്യമാകും. അതിൽ സംശയമില്ല. ഫലസ്തീൻ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.